നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ആവർത്തന ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 95/2017 ആണ്. ഇനി വരാൻ പോകുന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക, LGS, LDC പ്രിലിംസ് എക്സാമിനേഷൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, ഇവയ്ക്കെല്ലാം പ്രയോജനകരമാകുന്ന വിധത്തിലുള്ളൊരു PYQ ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം ദയാബായി. ദയാബായി. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ദയാബായി. നെക്സ്റ്റ് വൺ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ആരാണ്? ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ആരാണ്? ആൻസർ ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലി. ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണെന്ന് പറഞ്ഞത് ഗലീലിയോ ഗലീലിയാണ്. നെക്സ്റ്റ് വൺ, ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബംഗാൾ ഉൾക്കടൽ. നെക്സ്റ്റ് വൺ, ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർകണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർകണിക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷ. ഉത്തരം ഒഡീഷ. ഭിട്ടാർകണിക ഒഡീഷയിലാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ്? ആൻസർ ചിൽക്ക തടാകം. ചിൽക്ക തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക്ക തടാകം. ചിൽക്ക തടാകം. നെക്സ്റ്റ് വൺ, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം തെങ്ങ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? തെങ്ങ്. നെക്സ്റ്റ് വൺ, കേരള കായിക ദിനം. കേരള കായിക ദിനം. ആൻസർ ഒക്ടോബർ 13. ഒക്ടോബർ 13. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. 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 കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 27. 27 എണ്ണം. നെക്സ്റ്റ് വൺ, 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? ആൻസർ കണ്ണൻ ദേവൻ. കണ്ണൻ ദേവൻ. ഓക്കെ. നെക്സ്റ്റ് ഇത്, മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും
പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഏതാണ്? ഉത്തരം ഗ്യാൻ ദർശൻ. ഗ്യാൻ ദർശൻ. നെക്സ്റ്റ് വൺ, ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കി മാറ്റിയത്? ആൻസർ കാനഡ. കാനഡ. നെക്സ്റ്റ് വൺ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരെന്താണ്? ആൻസർ നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരെന്താണ്? നീതി ആയോഗ്. നെക്സ്റ്റ് വൺ, ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ്? ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1976 ഏപ്രിൽ 1. 76 ഏപ്രിൽ 1. നെക്സ്റ്റ് വൺ, വാട്സാപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ആൻസർ ഫേസ്ബുക്ക്. നെക്സ്റ്റ് വൺ, ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏതാണ്? ഉത്തരം സേ കത്രീഡൽ. ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏതാണ്? സേ കത്രീഡൽ. നെക്സ്റ്റ് വൺ, താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നെക്സ്റ്റ് വൺ, യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്രയാണ്? ആൻസർ 5 രൂപ. ആൻസർ 5 രൂപ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖൂം. ഇത് ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? ആൻസർ പശ്ചിമ ബംഗാൾ. ഖൂം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖൂം. ഇത് പശ്ചിമ ബംഗാളിലാണ്. നെക്സ്റ്റ് വൺ, കായിക കേരളത്തിൻ്റെ പിതാവ്? ആൻസർ ഓപ്ഷൻ ബി കേണൽ GV രാജ. ആൻസർ ഓപ്ഷൻ ബി കേണൽ GV രാജ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ആൻസർ ഭോപ്പാൽ. ഭോപ്പാൽ. നെക്സ്റ്റ് വൺ, ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനം ഏതാണ്? ആൻസർ കേരള. നെക്സ്റ്റ് വൺ, ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. നെക്സ്റ്റ്, ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് പണികഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് പണികഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഉത്തരം വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം ഭരണഘടനാ ദിനം. ഭരണഘടനാ ദിനം. ഖജുരാഹോ ക്ഷേത്രങ്ങൾ
യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം ഏതാണ്? ആൻസർ 1986. ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം 1986. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? ആൻസർ പാലക്കാട്. ആൻസർ പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? ആൻസർ S.K. നായർ. S.K. നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളിയാണ് S.K. നായർ. നെക്സ്റ്റ് വൺ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളം. നെക്സ്റ്റ് വൺ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഉത്തരം വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെൻറ്റോക്സൈഡ്. നെക്സ്റ്റ് വൺ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ മില്ലിക്കിൻ. മില്ലിക്കിൻ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിക്കിൻ. മില്ലിക്കിൻ. നെക്സ്റ്റ് വൺ. പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? ഓപ്ഷൻ ബി ആൻസർ 1.67 × 10⁻⁻27 കിലോഗ്രാം. 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിൻ്റെ മാസ്. നെക്സ്റ്റ് വൺ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം നിക്കൽ. മോൺസ്. നിക്കൽ. മോൺസ്. നിക്കൽ. നെക്സ്റ്റ് വൺ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഹാലജൻ കുടുംബം. ഹാലജൻ. 17 ഗ്രൂപ്പ്. 17 ഹാലജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്താണ്? മനുഷ്യനിർമ്മിത പെട്രോൾ ആയി ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ഹൈഡ്രജൻ. 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 ഹൈഡ്രജൻ കൊണ്ടും വാഹനം ഓടിക്കാം എന്നൊക്കെയുള്ള അവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഓർത്താൽ മതി. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം അങ്ങനെ വരാം. ഹൈഡ്രജൻ. ഓക്കെ. നെക്സ്റ്റ് വൺ. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം അല്ലേ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. താഴേന്ന് മുകളിൽ വരെ കറങ്ങുന്ന സംഭവം അല്ലേ? അങ്ങനെ പിക്ചർ കണ്ടിട്ടിരിക്കാം. അപ്പം ബാക്കിയുള്ളവയുടെ ചലനവും ഈ ചലനവും വ്യത്യസ്തമാണ്. അപ്പോഴും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് വൺ. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയാനായി സ്വന്തം ധാന്യപ്പുരയ്ക്ക് തീയിട്ട സയൻറ്റിസ്റ്റ് ആരാണ്? തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. തീയിട്ടത് എഡിസൺ ആണ്. തീയിട്ടത് എഡിസൺ. നെക്സ്റ്റ് വൺ. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? ആന്തരിക പ്രതിഫലനം. ആന്തരിക പ്രതിഫലനം. അകത്തിരുന്ന് തിളങ്ങുന്നു. ആന്തരിക പ്രതിഫലനം. വജ്രത്തിന് തിളക്കത്തിന് കാരണം എന്താണ്? ആന്തരിക പ്രതിഫലനം. ആന്തരിക പ്രതിഫലനം.
ഓക്കെ. നെക്സ്റ്റ് വൺ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പർ ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പർ ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പർ ഉള്ളതൊക്കെ എന്താണ്? ഐസോടോപ്പുകൾ എന്ന് അങ്ങനെ ഒരെണ്ണം മാത്രം പഠിക്കുക, രണ്ടും കൂടി പഠിക്കാതിരിക്കുക. ഒരേ അറ്റോമിക നമ്പർ ഉള്ളത് ഐസോടോപ്പുകൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വ്യത്യസ്ത മാസ് നമ്പർ ഓട്ടോമാറ്റിക്കലി ആകുമല്ലോ, അങ്ങനെ പഠിക്കുമ്പോൾ കിട്ടും. ഒരേ അറ്റോമിക നമ്പർ ഐസോടോപ്പുകളാണ്. ഒരേ അറ്റോമിക നമ്പർ, ഒരേ ടോയും ഐസോടോപ്പും. ഓക്കെ, ഒരേ അറ്റോമിക നമ്പർ. ഓക്കെ, ഒരേ അറ്റോമിക നമ്പർ ഉള്ളത് ഐസോടോപ്പാണ്. നെക്സ്റ്റ് വൺ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? സസ്യങ്ങളാണ്. ഭൂമിയുടെ ശ്വാസകോശം സസ്യങ്ങളാണ്. സസ്യങ്ങൾ എന്ന് പറയും. ശ്വാസകോശം ശരിക്കും അതിൻ്റെ പ്രവർത്തനം എന്താണ്? ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ശ്വാസകോശം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ധർമ്മം എന്ന് പറയുക. അതുപോലെയാണ് സസ്യങ്ങൾ പ്രകാശസംശ്ലേഷണ സമയത്ത് അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുമെങ്കിലും അവരുടെ ശ്വസനം എങ്ങനെയാണ്? ഓക്സിജനെ സ്വീകരിക്കുകയും CO2 പുറന്തള്ളുകയും ചെയ്യുന്നുള്ളത് മാത്രം തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സസ്യങ്ങളാണ്. ഓക്കെ, സസ്യങ്ങൾ ആകുന്നു. നെക്സ്റ്റ് വൺ. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ഡാഷ്. ആൻസർ അന്നജം. അരിയിലും ഗോതമ്പിലും കപ്പയിലും ചേനയിലും ചേമ്പിലും അടങ്ങിയ പോഷക ഘടകം ഏതാണ്? അന്നജമാണ്. അന്നജം അല്ലേ? ഇവിടെ അന്നജം നമ്മുടെ ധാന്യകം. അന്നജം മറ്റൊരു പേര്, ധാന്യകത്തിൻ്റെ മറ്റൊരു പേരാണ് അന്നജം. പ്രോട്ടീനിൻ്റെ മറ്റൊരു പേരാണ് മാംസ്യം. പ്രോട്ടീനിൻ്റെ മറ്റൊരു പേർ മാംസ്യം. ജീവകങ്ങൾ നമ്മളെന്താ വിറ്റാമിൻ എന്ന് പറയുന്നത്? കൊഴുപ്പ് അല്ലേ? കൊഴുപ്പ്, ഫാറ്റ്. ഇവിടെ അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് ഇവയിലെല്ലാമുള്ള ആ പോഷക ഘടകം എന്താണ്? അന്നജമാണ്. അന്നജമാണ്. പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസ്യം ഒക്കെ എന്താണ്? പയറുവർഗ്ഗങ്ങൾ എല്ലാം തന്നെ പ്രോട്ടീനുകളാണ്, മാംസ്യങ്ങളാണ്. പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ പ്രോട്ടീനുകളാണ്, മാംസ്യങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണുത്തി, മങ്കൊമ്പ്, പന്നിയൂർ, ശ്രീകാര്യം. ഉത്തരം മങ്കൊമ്പ്. മങ്കൊമ്പ്. നെക്സ്റ്റ് ചോദ്യം. ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. നെക്സ്റ്റ് വൺ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് ഏത്? പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ്? ബയോഗ്യാസ് ഉൽപ്പാദനം, കത്തിക്കൽ, കമ്പോസ്റ്റ്, കാലിത്തീറ്റ. ഉത്തരം കത്തിക്കൽ. നെക്സ്റ്റ് വൺ. കത്തിക്കൽ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുവാണെങ്കിൽ എന്താണത്? അത് ഉണങ്ങിയ ചപ്പുചോറുകൾ കത്തിച്ച് കളയാം എന്നുകൊണ്ടിരിക്കെ ഈ ബാക്കി ബയോഗ്യാസും കമ്പോസ്റ്റും കാലിത്തീറ്റയും അത് മൂന്നും കൊടുക്കുക. കത്തിക്കുമ്പോൾ എന്താണ്? ധാരാളം പുകയുണ്ടാകുന്നു എന്നർത്ഥത്തിലാണ് നമുക്കത് ആൻസറായി വരിക. അതാണ് പരിസ്ഥിതി സൗഹാർദ്ദമല്ലെന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഓപ്ഷനുള്ളത്? ഒന്നുകിൽ ഉണങ്ങിയ ഇലകൾ കുഴിച്ചിടാം, അല്ലെങ്കിൽ എന്താണ് അതിനെ കത്തിക്കാം എന്നുള്ളതൊരു പ്രായോഗികപരമായ ഒരു കാര്യമാണ്. ബട്ട് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്നുള്ളതാണ്. ഇവിടെ 3 നമുക്ക് വേണ്ടാത്തതാണ് അല്ലേ? അപ്പോൾ കത്തിക്കൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കി ആൻസേഴ്സ് കാണാതെ പഠിച്ചുള്ള ആൻസർ അല്ല, ഓപ്ഷൻസ് നന്നായി വായിച്ചതിന് ശേഷമാണ് എപ്പോഴും ആൻസേഴ്സ് എഴുതേണ്ടത്. നെക്സ്റ്റ് ചോദ്യം. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്?
ഉത്തരം സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. തൈറോക്സിൻ ഏതാണ്? തൈറോക്സിൻ എന്ന് പറയുമ്പോൾ അത് തൈറോയ്ഡ് ഗ്രന്ഥി അല്ലേ, തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണ്ടി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈറോക്സിൻ എന്ന് പറയുക. പിന്നെ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഒക്കെ ഉണ്ട് അല്ലേ. സെറാട്ടോണിൻ, മെലാട്ടോണിൻ, പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയുടെ ആണെന്ത്? സെറാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെറാട്ടോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോക്സിൻ. അതിൻ്റെ ധർമ്മം എന്താണ്? പ്രവർത്തനം എന്താണ്? നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശ്വസനം, നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനം, വിസർജനം, എല്ലാ ഉപാപചയ പ്രവർത്തനം, എനർജി നമ്മൾ യൂസ് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം, എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകം എന്താണ്? തൈറോക്സിനാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അല്ലേ. തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്കെ. ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. സൊമാറ്റോട്രോപ്പിനാണ്. നെക്സ്റ്റ് ചോദ്യം. സോറി.